എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ആറാമത്തെ ആഴ്ചയിലാണ് നമ്മൾ നോമ്പ് കാലത്തിൻ്റെ അല്ലേ, ആറാമത്തെ ആഴ്ചയിലാണെങ്കിലും നമ്മൾ ഏകദേശം അവസാനത്തെ ആഴ്ചയിൽ നിൽക്കുന്ന പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഓശാനയായി കഴിഞ്ഞാൽ വലിയ ആഴ്ചയായി, പിന്നെ ഏപ്രിൽ 5 ഈസ്റ്ററായി. അത് ഏപ്രിൽ 5 ഇപ്പോൾ മാർച്ച് 22 23 അത്ര വിദൂരത്താന്ന് നമുക്ക് തോന്നണില്ല. കാരണം നമ്മൾ അത്രമാത്രം എന്താ പറയുക, നമ്മൾ നോമ്പ് തുടങ്ങിയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു 9 ദിവസം കഠിനമാണ്, എളുപ്പമൊന്നും അല്ലാന്ന്. പക്ഷെ ഒരു പകുതി ആയപ്പോൾ തൊട്ട് നമുക്ക് ഇതിപ്പോൾ തീരും എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ അതിനകത്ത് സന്തോഷമുണ്ടോ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. കാരണം നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് കുറച്ച് ആളായില്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളുടെ കാര്യത്തിലും ഇതൊന്ന് കഴിയണമെങ്കിൽ ഈസ്റ്റർ കഴിയണമല്ലോ എന്നുള്ളൊരു ഫീൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ദാറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ, കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ മുകളിൽ നമുക്കൊരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം നോമ്പ് കാലം ഇപ്പോൾ കഴിയുമല്ലോ. ഇത്രയും ഫ്രൂട്ട്ഫുള്ളായിട്ടിരുന്നൊരു സമയം നമുക്ക് വേറെ ഉണ്ടായിട്ടുമില്ല. ഇനി നമുക്ക് അടുത്തൊരു നോമ്പ് കാലം വരെ വെയിറ്റ് ചെയ്യണ വരെ നമ്മൾ തെറ്റിപ്പോവോ, തമ്പുരാന് നകന്നു പോവോ, തമ്പുരാൻ സ്നേഹം കുറഞ്ഞു പോവോ. തമ്പുരാൻ്റെ സ്നേഹം കുറയില്ല, നമുക്ക് തമ്പുരാനോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ, അങ്ങനെ പല ചിന്തകളും നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കും. എന്തായാലും നമ്മൾ നോമ്പ് കാലത്തിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പത്രോസിനെ കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. പത്രോസ് ശരിക്കും ധീരമായിട്ടുള്ളൊരു അപ്പസ്തോലനാണ്. കാരണം ചില കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടി പെട്ടെന്ന് ഒന്നും മുന്നേ കൂട്ടി ഒന്നും ഒരു പ്രകോപനം ഇല്ലാതെ പെട്ടെന്ന് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യും. അതിപ്പോൾ നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും നമ്മൾ ബൈബിളിൽ കുറേ ഇൻസിഡൻസ് അത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെന്ത് പറയുന്നതിനെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ അതിനുത്തരം പറഞ്ഞു ശിഷ്യന്മാരെല്ലാവരും കൂടെ. ഈശോ ആരെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് എടുത്തടിച്ച് പറഞ്ഞു പത്രോസ്. അപ്പം ഈശോ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് നിൻ്റെ ശരീരരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് ഈശോ പീഡാനുഭവവും ഉത്ഥാനത്തിൻ്റെയൊക്കെ കാര്യം ഇവർക്ക് 3 പ്രാവശ്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് ആരും വിശ്വസിക്കൊന്നുമില്ല. ചിലപ്പോൾ അത് കേട്ടിട്ട് പോലും നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മളത് കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഭാവിക്കും. അപ്പോൾ ഈശോനെ സംബന്ധിച്ച് ഈശോ സൂപ്പറായിട്ട് അത്ഭുതങ്ങളൊക്കെ ചെയ്തു. പരസ്യ ജീവിതത്തിലൊക്കെ ഒരുപാട് ശിഷ്യന്മാരെയൊക്കെ കിട്ടി. പിന്നെ എന്താ പറയുക, അത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരും വിചാരിക്കുന്നത് മിശിഹായാണിത്, ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള ക്രിസ്തുവാണെന്ന് എന്നെ വിശ്വസിച്ച് തമ്പുരാൻ്റെ കൂടെ പോവാണ്. ആ സമയത്ത് ഈശോ പറയാണ്, ഞാനിപ്പോൾ ഇനി ജെറുസലേമിലേക്ക് പോകുമ്പം അവിടെ വെച്ച് എന്നെ കൊല്ലും, എനിക്ക് പീഡകൾ സഹിക്കേണ്ടി വരും, പക്ഷെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് വേറെ ഉപമകളൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ആയിരിക്കും. പ്ലെയിനായിട്ട് തമ്പുരാൻ എങ്ങനെ പറയുന്നതൊന്നും ഇവരങ്ങ് തലയിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഈശോൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആലോചിക്കായിരുന്നു. ഇത്രയും പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു സെൻസ് പോലും ഇല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ ഇവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് തമ്പുരാൻ പോയി കഴിഞ്ഞിട്ട് തമ്പുരാൻ സഹായകനെ അയച്ചത്. അല്ലാണ്ടൊന്നും ഇവരെ കൊണ്ടൊന്നും നടക്കില്ല എന്നറിയാം. അപ്പം പത്രോസിൻ്റെ കാര്യം അത് ഞാൻ പറഞ്ഞു തന്നത്. ഇത് പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ പ്രവചനം നടത്തുന്ന സമയത്ത് പത്രോസ് ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഈ അടുത്ത വഴിക്ക് പറയുന്നത്, സാത്താനെ നീ അകന്നു പോകാനാണ് പറയുന്നത്. അപ്പം കുറച്ച് മുന്നേ എന്താ പറയുക, പത്രോസ് പാറയാണ്, ഈ പാറമേൽ പിന്നെ സഭ സ്ഥാപിക്കുന്നൊക്കെ പറഞ്ഞ കർത്താവ് ഒരു അധ്യായം കഴിയുമ്പോഴത്തേനും പറയുന്നത് സാത്താനെ നീ ദൂരെ പോകുന്നതാണ്. അതെന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. പത്രോസ് ആ സമയത്ത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആ സമയത്ത് പത്രോസ് മാനുഷികമായിട്ട് മാത്രമാണ് ചിന്തിച്ചത്. ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അതിനോട് സഹകരിക്കണമെന്നോ ഉള്ള കാര്യം ഒന്നും പെട്ടെന്ന് പത്രോസ് ഓർക്കുന്നില്ല. കാരണം പത്രോസിനെ സംബന്ധിച്ച് ഈശോയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പത്രോസിനെ സംബന്ധിച്ച് എനിക്ക് അതൊന്നും തമ്പുരാൻ വരണ്ട എന്നുള്ളൊരു ഫീലാണ്. അപ്പം നമുക്ക് പല സമയത്ത് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച പീഡാനുഭവ വായനയുണ്ട് അല്ലേ. നമ്മളിപ്പോൾ 3-4 സുവിശേഷങ്ങളിൽ നിന്നും എടുത്ത പീഡാനുഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും, ഇവരിങ്ങനെ പറയല്ലേ,
അയ്യോ അതെ ക്രൂശിക്കുന്നതിനെ ഇവരിങ്ങനെ പറയണം, അവന് കുരിശി തറക്കെ പറയല്ലേ, വിടാൻ പറ, ഈശോനെ വേണം ബറാബാസിന് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ബറാബാസിന് മതി എന്ന് പറ, എന്തിനാ ഈശോനെ പറയണത്. ഇങ്ങനെ നമ്മുടെ കുറേ മൈൻഡ് വോയിസസ് ഉണ്ട് നമുക്ക് പീഡാനുഭവം വായിക്കുമ്പോൾ. നമുക്കറിയാം ഈശോ മരിച്ചു ഉത്ഥാനം ചെയ്തു എന്നൊക്കെ നമുക്കറിയാം. സ്റ്റിൽ നമ്മൾ പീഡാനുഭവ വായന വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരികയാണ്, ഈശോ ഞാൻ ഇങ്ങനെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ, ഞാൻ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. അതാ ഞാൻ പറഞ്ഞത്, മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ ഈശോ ഇത്രയൊന്നും സഹിക്കണ്ട, ഈശോ ഇത്രയും സഹിക്കുന്നതും മരിക്കുന്നതൊന്നും നമുക്ക് കാണാൻ വയ്യ. അത് നമുക്ക് തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ നമ്മളവിടെ ചിന്തിക്കുന്നത് മാനസികമായിട്ടാണ്. അപ്പം പല കാര്യങ്ങളും ദൈവത്തിൻ്റെ പല പദ്ധതികളിലും നമുക്ക് പല സഹനങ്ങളും നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് പെട്ടെന്ന് സഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സഹിക്കുന്നത് നമുക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് ആലോചിക്കാനേ പറ്റില്ല അല്ലേ. നമ്മുടെ ഇപ്പം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്പൗസിനോ നമ്മുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ നമ്മുടെ സിബ്ലിങ്സിനോ ഒക്കെ എന്തെങ്കിലും സാധനം വരുന്നത് നമ്മൾ പറയും അയ്യോ അവർക്ക് കൊടുക്കല്ലേ, നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല അവർക്ക് കൊടുക്കല്ലേ എന്നാണ്. അപ്പം അത് തന്നെയാണ് പത്രോസ് ചെയ്തത്. പിന്നെ അടുത്തൊരാളുടെ കാര്യം പറയുകയാണെങ്കിൽ യൂദാസാണ്. യൂദാസ് ഒറ്റിക്കൊടുത്തതിന് ശേഷം ഈശോന്ന് അകന്നു പോയി തൂങ്ങിച്ചത്തു എന്നാണ് ബൈബിളിലെ ഒരു വേർഡ് പറയുന്നത്, മലയാളം ബൈബിളിൽ. അപ്പം യൂദാസിൻ്റെ ചിന്ത എന്താണ്? യൂദാസ് നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അത് ഞാനൊന്ന് ഓർപ്പിച്ചാണ്. യൂദാസ് പണസഞ്ചി ഹാൻഡിൽ ചെയ്ത ഒരാളാണല്ലേ. അപ്പം യൂദാസിനെ സംബന്ധിച്ച് ഈശോ മിശിഹയാണെന്നറിയാം. മിശിഹയായിട്ട് ഈശോയുടെ രാജ്യം വരുമെന്ന് വിശ്വസിച്ച ഒരാളാണ് യൂദാസ്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, എന്തെങ്കിലും പണത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ യൂദാസാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ബഥാനിയയിലെ മേരി ഈശോയ്ക്ക് സുഗന്ധദ്രവ്യങ്ങളായിട്ട് വന്ന് കാല് കഴുകി തുടച്ച സമയത്ത് ഈശോനോട് ഇങ്ങനെ ഈശോ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും മുറുമുറുക്കാണ് ചെയ്യണത്, പിറുപിറുക്കാണ് ചെയ്യണത്. ഇത്രയും പൈസയുടെ സാധനമൊക്കെ എന്താണ് ഈ പറഞ്ഞ ഇവിടെയൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, അതിനേക്കാളും ആ പാവങ്ങൾക്ക് വല്ലതും കൊടുക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര ഉപകാരമായാണ്. ഈ പൈസ മൊത്തം ഇതിനു വേണ്ടി കളഞ്ഞുല്ലോ എന്ന് യൂദാസിന് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവും. അപ്പം ഈശോ പറയുന്നുണ്ട്, ഞാൻ കൂടെ ഉള്ളപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എൻ്റെ എന്താ പറയുക ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളാണെന്ന് വിചാരിച്ചു. അത്രയും പ്ലെയിനായിട്ട് അപ്പോഴും ഈശോ പറയുന്നുണ്ട്. അപ്പോഴും ഇവർക്കിതൊന്നും മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം യൂദാസിൻ്റെ കാര്യമാണ്. അപ്പോൾ യൂദാസിൻ്റെ മനസ്സിൽ ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ഈശോൻ്റെ മിനിസ്ട്രി പ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തേക്കുന്നതെന്നും മിനിസ്ട്രിക്ക് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിനിസ്ട്രിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് യൂദാസിനെ പുട്ടടിക്കാനല്ല യൂദാസ് ഇത് മുഴുവനും അന്വേഷിച്ചത്. പക്ഷെ ആ സമയത്താണ് പ്രധാന പുരോഹിതന്മാരും പിന്നെ ഫരിസേയരും അവരൊക്കെ കൂടെ വന്നിട്ട് യൂദാസിനോട് പറയുന്നുണ്ട്, ഈശോനെ ഒറ്റിക്കൊടുക്കണം കാണിച്ച് തന്നു കഴിഞ്ഞാൽ വെള്ളി നാണയങ്ങൾ. അപ്പം ഇവരിങ്ങനെ കുറച്ച് വിലപേശലുകൾക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവസാനം 30 വെള്ളി നാണയത്തിന് സമ്മതിക്കുന്നത്. അപ്പം 30 വെള്ളി നാണയത്തിനും ഒരു അന്നത്തെ കാലത്ത് ഒരു അടിമയുടെ വിലയാണ് 30. അപ്പം യൂദാസ് സമ്മതിച്ചിട്ടുണ്ടാവില്ല, കാരണം 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ അവസാനം 30 കൊടുക്കുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു കാണും. പക്ഷെ അപ്പോഴേക്കും യൂദാസ് എന്താ ചിന്തിക്കുന്നത്, ഈശോനെ അവർക്ക് കാണിച്ചു കൊടുക്കാം, ഈശോയ്ക്ക് നല്ല ശക്തിയൊക്കെ ഉണ്ടല്ലോ, ഈശോ മിശിഹയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇനി ഒറ്റ കൊടുത്താലും ഈശോയ്ക്ക് സുഖമായിട്ട് അതിൽ നിന്ന് ഊരിപ്പോകാം. കാരണം അവർക്ക് അതിന് തൊട്ട് മുമ്പ് യൂദാസ് അടക്കമുള്ള ശിഷ്യന്മാർ കാണുന്നത് ലാസറിനെ മരിച്ചവരുന്ന് ഉയർപ്പിക്കുന്നതും അങ്ങനെ വലിയ വലിയ അടയാളങ്ങളാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഈശോനൊന്ന് കാണിച്ചു കൊടുത്താൽ ഇത്ര പൈസയും കിട്ടും, അതും ഈശോയുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഈശോ ദൈവപുത്രനായതുകൊണ്ട് മിശിഹ ആയതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നെ മരിക്കേണ്ടി ഒന്നും വരില്ല. ഇനി അന്ന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂദാസിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈശോ മരിക്കുമെന്നും മൂന്നാമത്തെ ഉത്ഥാനം ചെയ്യുന്നു ഒന്നും മനസ്സിലായിട്ടില്ല പറഞ്ഞത്. ബാക്കി ഒറ്റ പേർക്ക് മനസ്സിലായിട്ടില്ല, മിക്കവാറും മനസ്സിലായി കാണില്ല. അതുപോലെ യൂദാസിനും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മാത്രമായിരിക്കും യൂദാസ് അംഗീകരിക്കുന്നത് എന്ത് ഞാൻ ഒറ്റിക്കൊടുക്കാം എന്നുള്ളത്. പക്ഷെ അവിടെ സാത്താൻ യൂദാസിൻ്റെ ഉള്ളിൽ കയറി കാണും. കാരണം ഈശോന് പറയുന്നുണ്ട് അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്ത്, നിങ്ങളിൽ ഒരാൾ എന്നിൽ ഒറ്റ കൊടുക്കും, ഒരാൾ ഒറ്റ കൊടുക്കണം. കാരണം അത് എന്താ പറയുക,
നമ്മുടെ തിരുവെഴുത്ത് പൂർത്തിയാവാനായിട്ട് എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കണം. പക്ഷെ ആളെ സംബന്ധിച്ച് ആൾ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം യൂദാസിന് ഫീൽ ചെയ്യാനില്ല ഞാനാണ് ഈ ചതി ചെയ്യാൻ പോണേന്നുള്ളത്. കാരണം ഒറ്റിക്കൊടുത്താലും അത് ഈശോയുടെ മരണത്തിലേക്കൊന്നും നയിക്കും എന്നുള്ളത് യൂദാസ് പ്രതി പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോഴും ഈശോ പറയുന്നുണ്ട്, എന്താ പറയുക, എന്നിൽ നിന്ന് അപ്പം മുക്കി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂദാസിനും കൊടുത്തു. അത് കഴിഞ്ഞ് യൂദാസ് അപ്പം സ്വീകരിച്ചപ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ യൂദാസ് സാത്താൻ്റെ പിടിയിലായി. സാത്താൻ്റെ പിടിയിലാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യൂദാസിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മെശിഹയാണെന്നറിയാം, ഞാൻ ഈ ഒറ്റ കൊടുത്താൽ പ്രശ്നമില്ല എന്നറിയാം. കാരണം ഒറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പൈസ കിട്ടും, രണ്ട് ഈശോ രക്ഷപ്പെട്ടോളും. അല്ലാതെ ഇതിലൂടെയാണ് ഈശോ രക്ഷാകര പദ്ധതി പൂർത്തിയാവാൻ പോണത്. ഇത് ഞാൻ ഒറ്റ കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്, എൻ്റെ പറയുക യജമാനെ ഒറ്റ കൊടുക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഇതിലൂടെയാണ് ഈശോൻ്റെ രക്ഷാകര പ്ലാൻ എക്സിക്യൂട്ട് ആവാൻ പോണതെന്നുള്ളൊരു ചിന്ത യൂദാസ് മറന്നു. അതുകൊണ്ടാണ് ഈശോനെ പിടിച്ചു കഴിഞ്ഞ് ഈശോനെ കൊല്ലാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ യൂദാസിനെ സഹിക്കാൻ പറ്റാതെ ഞാനാണല്ലോ എൻ്റെ ദൈവത്തിന് ഒറ്റിക്കൊടുത്തത് എന്നുള്ളൊരു അത്രയും കുറ്റബോധത്തോടുകൂടിയാണ് യൂദാസ് തൂങ്ങി ചാവുന്നത്. പക്ഷേ പത്രോസ് അവിടെ ഈശോനെ 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. അപ്പം യൂദാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു താഴ്ത്തുന്ന സമയത്തും പത്രോസ് പറയുന്നുണ്ട്, ഞാൻ കൂടെ വന്ന് വേണമെങ്കിൽ മരിക്കാനും വേണമെങ്കിൽ റെഡിയാണെന്നുള്ളത് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട് 3 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളി പറയുന്നതിന് മുമ്പ് കോഴി കൂവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പത്രോസിന് വിചാരിച്ചിട്ടുണ്ടാവും, അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം പത്രോസ് എന്തായാലും അങ്ങനെ തള്ളി പറയില്ലല്ലോ എന്നുള്ളൊരു അത്ര ഉറപ്പിലാണ് പത്രോസ് ഇരിക്കുന്നത്. പക്ഷെ അന്ന് ഈശോനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയുന്നുണ്ട്. കോഴി കൂവുന്നത് കണ്ട് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ പറഞ്ഞത് ഓർത്ത് പുറത്ത് പോയി മനംനൊന്ത് കരഞ്ഞു എന്ന് പറയണത്. അപ്പം പത്രോസും യൂദാസും ആക്ച്വലി ഒരേപോലെ തന്നെയാണ്. ഒരാൾ തള്ളി പറഞ്ഞു, ഒരാൾ ഒറ്റിക്കൊടുത്തു. അപ്പം രണ്ടും സംഭവിച്ചു പോയി. അത് സംഭവിച്ചു പോയെങ്കിൽ അങ്ങനെ സംഭവിക്കണമായിരുന്നു എന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രീ വിൽ ഉണ്ടായിരുന്നു, അത് വേണോ വേണ്ടേ എന്നുള്ളത്. പത്രോസ് എന്നോട് ഇങ്ങനെ ഈശോ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പത്രോസ് വേണമെങ്കിൽ ഓർത്തിട്ട് തള്ളി പറയാണ്ടിരിക്കുമായിരുന്നു. യൂദാസിനോട് ഇത്രയും വാർണിങ്സ് ഒക്കെ കൊടുത്ത സ്ഥിതിക്ക് യൂദാസിനും വേണമെങ്കിൽ ഇത് ഓർത്തിട്ട് ഒറ്റി കൊടുക്കാതിരിക്കുമായിരുന്നു. പക്ഷേ അതവർക്കൊരു ഫ്രീ വിൽ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ ചെയ്തു പോയിട്ട് പത്രോസ് തിരിച്ചു വന്നു. പക്ഷേ യൂദാസ് തിരിച്ചു വന്നില്ല. യൂദാസ് ഓർക്കണമായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് ഈശോ മരിച്ചാലും 3-ാമത്തെ സുത്താനം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈശോ എന്നോട് ഇപ്പം തിരിച്ചു വരവിൻ്റെ രീതികളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പത്രോസ് നല്ല രീതിയിൽ തിരിച്ചു വന്നു. കാരണം അതുകൊണ്ടാണ് ഉത്ഥാനത്തിന് ശേഷം ഈശോ 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസെ എന്നല്ല ചോദിക്കുന്നത്, ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നത്. ശിമയോൻ മുമ്പത്തെ പേരായിരുന്നു. അപ്പം അതുപോലെ യൂദാസ് ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ ഈശോ ഒരു പക്ഷേ യൂദാസിനോടും ചോദിച്ചേനെ അല്ലേ. അപ്പം നമ്മുടെ ലൈഫിലും ഇത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. പല സമയത്തും നമുക്കിത് ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളോടും നമ്മൾ സഹകരിക്കില്ല. വീണ്ടും നമ്മൾ തെറ്റ് ചെയ്യും. പല വാർണിങ്സ് നമുക്ക് തന്നിട്ട് നമ്മൾ വീണ്ടും തെറ്റിലേക്ക് പോയിട്ടുണ്ടാവും. നല്ല സംസാരങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് വീണ്ടും നമ്മൾ നോമ്പ് കാലത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മൾ നോമ്പിനോട് ചിലപ്പോൾ നീതി പുലർത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ വന്ന് തെറ്റുകുറ്റങ്ങളൊക്കെ തമ്പുരാൻ ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ ചെയ്യരുത്. ഓഫ് കോഴ്സ് പാടില്ല. പക്ഷേ ചെയ്തു പോയി എന്ന് ഓർത്തിട്ട് തിരിച്ചു വരാതിരിക്കാനും പാടില്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു കുമ്പസാരം ഇനിയും നമുക്കിപ്പോൾ എന്തായാലും വലിയ ആഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് എന്തായാലും കുമ്പസാരത്തിൻ്റെ ദിവസം ഉണ്ടാകും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാൻ ആരും. അപ്പം കുഞ്ഞു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആത്മാവിനെ അശുദ്ധമാക്കിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് കുമ്പസാരിച്ച് ഏറ്റവും നല്ല രീതിയിൽ വലിയ ആഴ്ചയ്ക്കായിട്ട് ഒരുങ്ങി, ഏറ്റവും നല്ല രീതിയിൽ ഓശാനയ്ക്കായിട്ട് ഒരുങ്ങി, ഏറ്റവും നല്ല രീതിയിൽ ഉത്ഥാനത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പീഡാസഹന വായനയുടെ സമയത്തും അതുപോലെ ഈ കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ ധ്യാനിക്കാം. നമുക്ക് ഈശോൻ്റെ രക്ഷാകര പദ്ധതി ധ്യാനിക്കാം. നമ്മളും അതിനോടുകൂടെ നമ്മുടെ സഹനങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഉത്ഥാനത്തിന് മാറ്റത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.